അതിരപ്പള്ളി ആന രക്ഷാ ദൗത്യം വിജയകരം. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ രണ്ടാം ഘട്ട ചികിത്സയ്ക്കായി കോടനാട്ടെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാവിലെ ആനയെ മയക്കുവെടിവെച്ചു. മയങ്ങി വീണ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് എഴുന്നേൽപ്പിച്ചത്. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു. ആനന്ദ്, പരിക്കേറ്റ ആനയെ വിജയകരമായി തന്നെ മയക്കുവെടിവെച്ച് വാഹനത്തിനുള്ളിലേക്ക് കുങ്കിയാനകളുടെ സഹായത്തോടെ കയറ്റിയിരിക്കുന്നു. ഇനി തുടർ ചികിത്സയാണ്. ഇപ്പോൾ കോടനാട്ടേക്ക് കൊണ്ടുപോകുന്ന യാത്രാമധ്യയാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്തായാലും ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ആന കോടനാട് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി അവിടേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പൂർണ്ണ വിജയം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇനിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കേണ്ടതുള്ളത്. കാരണം ഈ ആനയുടെ ആരോഗ്യനില അതീവ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് മയക്കുവെടിയേറ്റ ശേഷം ആന ഇത്തരത്തിൽ വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായി. അവിടെ നിന്ന് ആന ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് വളരെ സന്തോഷകരവും വളരെ ആശ്വാസകരമുള്ള കാര്യമാണ്. പക്ഷെ ആനയുടെ ഈ പരിക്ക് അതീവ ഗുരുതരമാണ്. പ്രത്യേകിച്ച് ഈ മസ്തകത്തിലെ മുറിവ് അത് 30% മാത്രമാണ് അത്തരത്തിൽ ആന രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആനയെ ഏത് വിധേനെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പൊതുവനവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള നല്ല വാർത്തകൾ തന്നെ നമുക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സ തന്നെയായിരിക്കും കോടനാടിൽ ആനയ്ക്ക് നൽകുക. ആന പൂർണ്ണമായും ആരോഗ്യവാനായതിനു ശേഷം മാത്രമായിരിക്കും തിരിച്ച് ഈ കാട്ടിലേക്ക് വിടാനുള്ള സാധ്യതയുള്ളൂ. ഈ പുഴുക്കളടക്കം ആനയുടെ ഈ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും പുറത്തുവിട്ടിരുന്നു. വളരെ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ആരോഗ്യ സ്ഥിതിയിലൂടെയാണ് ആന കടന്നു പോകുന്നത്. എന്തായാലും ഈ സഡേഷൻ പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് തന്നെ ആനയെ കോടനാടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ, പരമാവധി അരമണിക്കൂറിനകം തന്നെ ആന കോടനാട് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആനന്ദ്, അതോടൊപ്പം ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ അരുൺ സഖറിയ പങ്കുവച്ചത്? അദ്ദേഹം വാഹനത്തിന് ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം ഒരല്പസമയം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നുവല്ലോ. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അതായത് ആനയുടെ ആരോഗ്യനില ആശങ്കയിൽ തന്നെയാണുള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ചികിത്സ കൊടുക്കുക എന്നുള്ളത്, അതായത് അവസാനഘട്ട ചികിത്സയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതിൽ ആന രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പൊതുവെ ആളുകൾക്കുണ്ടെങ്കിലും, പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. 30% മാത്രമാണ് റിക്കവറി ചാൻസ് എന്ന് പറയുന്നത്. അത് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആനയ്ക്ക് ഏറ്റവും മികച്ച ചികിത്സ തന്നെ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ബാക്കി തുടർ ചികിത്സകൾ കോടനാട് കേന്ദ്രത്തിൽ വെച്ചായിരിക്കും. അതിന്റെ കൂടിന്റെ പണികളെല്ലാം, കൂട് ഉറപ്പിക്കുന്ന പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അത്തരം ആശങ്കകൾക്ക് സ്ഥാനമൊന്നുമില്ല. പക്ഷേ ആനയെ ഇനി എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കുക, തുടർന്ന് ഏറ്റവും അടിയന്തര ചികിത്സകൾ ആരംഭിക്കുക, അടിയന്തര ചികിത്സാ സംവിധാനം ആരംഭിക്കുക, തുടർ ചികിത്സ നൽകുക എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ആഴ്ചകളോളം തന്നെ ഈ ഒരു ചികിത്സ നീണ്ടു നിന്നേക്കാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ മുറിവ് പറ്റിയിട്ടുള്ളത്. ഈ തലച്ചോറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ മുറിവ് തലച്ചോറിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു ആശ്വാസകരമായ കാഴ്ചയാണ്. അതും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ ആന തുമ്പി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് മസ്തിഷ്കത്തിലേക്ക് അത് ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ലക്ഷണമായിട്ടാണ് അത് കാണേണ്ടതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എങ്കിലും ഈ അതീവ ദുഷ്കരമാണ്, അതീവ ആശങ്കയിൽ തന്നെയാണ് ആനയുടെ ആരോഗ്യനില എന്ന് പറയുന്നത്. ഇനി എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, തുടർ ചികിത്സ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ, പരമാവധി അരമണിക്കൂറിനകം തന്നെ ആന കോടനാടെത്തും. ശരി, എന്തായാലും പരിക്കേറ്റ ആനയുടെ രക്ഷാദൗത്യം വിജയകരമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാവിലെ തന്നെ മയക്കുവെടിവെച്ച ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ആനിമൽ ഉള്ളിലേക്ക് കയറ്റി. ഇപ്പോൾ ആനയുമായി സംഘം കോടനാട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടനാട്ട് എത്തിച്ചേരും. അവിടെയായിരിക്കും തുടർ ചികിത്സ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ജനവാസ മേഖലയിലും വന അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമായി ആന നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. മസ്തകത്തിലെ പരിക്ക് ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് എത്തി. ആദ്യം വനം വകുപ്പ് മസ്തകത്തിലെ പരിക്കിന് ചികിത്സ നൽകിയെങ്കിലും അത് ഫലപ്രദമായില്ല. തുടർന്നാണ് രണ്ടാം ഘട്ട ചികിത്സ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഏറ്റവും ഒടുവിലായി ആനയെ രാവിലെ തന്നെ ലൊക്കേറ്റ് ചെയ്യുകയും മയക്കുവെടി വയ്ക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ കോടനാടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കോടനാട് നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, അല്പസമയത്തിനകം തന്നെ പരിക്കേറ്റ ആനയുമായി വാഹനം കോടനാട്ട് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചികിത്സയുടെ രണ്ടാം ഘട്ടം അവിടെയായിരിക്കും. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
രോഹിണി പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു രക്ഷാ ദൗത്യത്തിൻ്റെ, അതായത് മസ്തകത്തിൽ ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ കണ്ട ആനയെ രക്ഷിക്കാനുള്ള, അതിനെ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ദൗത്യം അത് ഒരു വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം അനിമൽ ആംബുലൻസിലേക്ക് കയറ്റി അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ കോടനാട് എത്തിക്കും. നേരത്തെ തന്നെ ഇവിടെ ആനയെ ചികിത്സിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ആനക്കൂടിൻ്റെ നിർമ്മാണമടക്കം ഇന്നലെ രാത്രിയോടെ തന്നെ പൂർത്തിയായി. നേരത്തെ 2 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു ആനക്കൂടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് കൂടുതൽ ബലപ്പെടുത്തി ഇന്ന് എത്തി അങ്ങനെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും മറ്റു ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കോടനാടേക്ക് അനിമൽ ആംബുലൻസ് ആനയുമായി എത്തും. പിന്നെ തുടർന്നുള്ള ചികിത്സകൾ, കാരണം അവിടെ മയക്കുവെടി വെച്ചതിന് പിന്നാലെ തന്നെ പ്രാഥമികമായ ചികിത്സകളെല്ലാം തന്നെ മുറിവിൽ മരുന്ന് വയ്ക്കുക, മുറിവ് വൃത്തിയാക്കുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു. നീണ്ട ഒരു രക്ഷാദൗത്യം, നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഒരു തവണ അതിൽ ആനയ്ക്ക് ചികിത്സകൾ നൽകുന്നതിൻ്റെ ഭാഗമായി ഉള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും മുറിവ് മാരകമാണ് എന്ന് കണ്ടെത്തി. മസ്തകത്തിൽ ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിരുന്നു. അതിൽ പഴുപ്പും മറ്റ് വ്രണങ്ങളും എല്ലാം തന്നെ ബാധിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദഗ്ധ ചികിത്സയും ഒപ്പം തന്നെ ഏറെ ദിവസം ഇവിടെ നിർത്തിയുള്ള പരിചരണവും എല്ലാം തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആനയെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രക്ഷാ ദൗത്യത്തിലേക്ക് നീങ്ങുന്നതും. ഒപ്പം ആനയെ, കാരണം അതിനെ എപ്പോൾ പിടിക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെയാണ് വേഗത്തിലൂടെ എത്തിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ആശങ്കയുണ്ടായിരുന്നു. കാരണം ആനയെ ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആനയെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെച്ച് അതിൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ പരിശോധിച്ച ശേഷം വേണമായിരുന്നു അനിമൽ ആംബുലൻസിലേക്ക് കയറ്റി അതിവേഗം തന്നെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി. അതിലെല്ലാം തന്നെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ, അല്ലെങ്കിൽ ആനയ്ക്ക് ക്ഷീണമോ കൂടുതൽ ശാരീരിക അവശതകളോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരമൊരു നീക്കം അല്ലെങ്കിൽ ഓപ്പറേഷൻ കൂടുതൽ വൈകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ നിലവിൽ ഇതുവരെ ആനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രക്ഷാദൗത്യം പൂർണ്ണമായും അത് നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായി തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ച് വിശദമായ ഒരു ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു രക്ഷാ ദൗത്യം ആരംഭിക്കുന്നത്. ആ ദൗത്യം പിന്നീട് ഏതാനും മണിക്കൂറുകൾ നീണ്ട ഒരു പ്രവർത്തനങ്ങളിലൂടെ ആനയെ കോടനാടേക്ക് എത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് ശേഷം ആനയെ മയക്കുവെടി വെച്ചു 6:40 ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 7:15 ആനയ്ക്ക് മയക്കുവെടി വെച്ചു. അല്പദൂരം നടന്നതിന് ശേഷം ആന മയങ്ങി വീഴുകയായിരുന്നു. ഇവിടെ നിന്നാണ് ആനയെ പ്രാഥമികമായ ചികിത്സകൾ അല്ലെങ്കിൽ മരുന്ന് വയ്ക്കുക, മുറിവിൽ കഴുകി വൃത്തിയാക്കുക അടക്കമുള്ള നടപടികൾ ഡോക്ടർമാർ പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ കോടനാടേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനുള്ള ഒരു നടപടികളും മയക്കുവെടി വെക്കുന്ന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം ഇവിടെയും എത്തി 15-ാം തീയതി ഇവിടെ എത്തി ആനക്കൂടിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന കൂടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ കൂട് നിർമ്മിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കൂട് നിർമ്മാണം കോടനാട് പൂർത്തിയായതും അവിടേക്ക് ചികിത്സയ്ക്കായി ആനയെ എത്തിക്കുന്നതും. ശരി ജിജീഷ്, പരിക്കേറ്റ ആനയെ അല്പസമയത്തിനകം തന്നെ കോടനാട്ടേക്ക് എത്തിക്കും. പരിക്കേറ്റ ആനയെ പിടികൂടുന്നതിനുള്ള ദൗത്യം വിജയകരമാക്കിയിരിക്കുന്നു വനപാലക സംഘം. ഇപ്പോൾ സ്ഥലത്ത് നിന്നും കോടനാട്ടേക്കുള്ള യാത്രാമധ്യയാണ്. ജിജീഷ് കരുണാകരനും ആനന്ദ് പുത്തൂറുമാണ് വിവരങ്ങൾ നൽകിയത്.